ഡീൽ ഓർ നോ ഡീൽ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. മുൻകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു ഡീൽ ആരോപണം കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ള പാർട്ടി. എന്നാൽ ഇപ്പോൾ ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ്. CPM BJP ഡീൽ എന്നാണ് ആരോപണം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇത് ഉന്നയിച്ചു കഴിഞ്ഞു. ചരിത്രവും വർത്തമാനവും നിരത്തി മറുപടിയുമായി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും EP ജയരാജനും രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസും CPMഉം തമ്മിലാണ് ഡീലെന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. ശരിക്കും ഇങ്ങനെ ഡീലുണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലാവും ഈ ഡീൽ ഉണ്ടാവുക? അങ്ങനെ ഒരു ഡീൽ എത്രത്തോളം സാധ്യമാണ്? ഡീൽ ആരോപണത്തിന് പിന്നിലെന്താണ്? വരും ദിവസങ്ങളിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കളം സജീവമാക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതാവും. മറ്റൊന്ന് കാരാട്ട് റസാക്കിന്റെ വീട്ടിലേക്കുള്ള മടങ്ങിവരവാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗ് വിട്ട് ഇടതുചേരിയിലേക്ക് പോയ റസാഖ് പാണക്കാടെത്തി ഉപാധിരഹിതമായി ലീഗിലേക്ക് മടങ്ങിയെന്നാണ് പാണക്കാട് തങ്ങളടക്കം പറയുന്നത്. CPMനെ ഞെട്ടിക്കുന്നൊരു വാർത്ത വർക്കലയിൽ നിന്നും അല്പസമയം മുമ്പ് വന്നു. വർക്കലയിൽ പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്ന അന്തരിച്ച സുന്ദരേശന്റെ മകളും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ അംഗവുമായ സ്മിത സുന്ദരേശൻ ഇന്ന് രാവിലെ BJPയിൽ ചേർന്നു. ഉച്ചയോടെ വർക്കലയിൽ സ്ഥാനാർത്ഥിയെ BDJSന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായി സ്മിത സുന്ദരേശനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളുമായി ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം.